നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ പ്രിയ താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും. ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ ഇരുവരും 2006 വിവാഹിതരായത്. കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് ജ്യോതിക വിവാഹിതയാകുന്നത്. വിവാഹശേഷം നടി കരിയർ വിട്ടു. മുംബൈക്കാരിയായ ജ്യോതിക തന്റെ ജീവിതം ചെന്നൈയിലേക്ക് പറിച്ചു നട്ടു. തമിഴ് പോലും അറിയാതെയാണ് ജ്യോതിക സൂര്യയുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. ഏറെക്കാലം അഭിനയ രംഗത്ത് നിന്നും മാറി നിന്ന ജ്യോതിക 36 വയതിനിലെ എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. ഇപ്പോൾ നടി അഭിനയ രംഗത്ത് സജീവമാണ്. ഒടുവിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ഷൈത്താൻ വൻ വിജയം നേടി. അടുത്ത കാലത്താണ് ജ്യോതികയും സൂര്യയും ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് താമസം മാറിയത്. ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു. സൂര്യയുടെ കുടുംബവും ജ്യോതികയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവന്ന ഗോസിപ്പുകൾ പോലും. ജ്യോതിക ഇക്കാര്യം നിഷേധിച്ചെങ്കിലും ഗോസിപ്പുകൾ അവസാനിച്ചിട്ടില്ല. ജ്യോതിക സൂര്യ പ്രണയത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നിരുന്നത് സൂര്യയുടെ പിതാവ് ശിവകുമാറാണ്. ഏറെ കാത്തിരുന്ന ശേഷമാണ് ജ്യോതികയെ വിവാഹം ചെയ്യാൻ സൂര്യയ്ക്ക് അനുവാദം ലഭിച്ചത്. ഇക്കാരണങ്ങളെല്ലാം താരകുടുംബത്തെക്കുറിച്ച് ഇന്നും ഗോസിപ്പുകൾ വരാൻ കാരണമാകുന്നു. ഇപ്പോഴിതാ സൂര്യ ജ്യോതിക പ്രണയകാലത്തെക്കുറിച്ചും താരകുടുംബത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് പഴയ തമിഴ് സിനിമാ ജേർണലിസ്റ്റ് സബിത ജോസഫ്. സിനിമാ താരങ്ങൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ പലപ്പോഴും പിന്നീട് ബന്ധം പിരിയേണ്ടി വരുന്നെന്നും ഇദ്ദേഹം പറയുന്നു. ശിവകുമാർ സർ തന്റെ നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ട് സൂര്യ വിവാഹം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിച്ചു. കാരണം അവർ കുടുംബിനിയായി കഴിയും. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ജ്യോതിക വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയതോടെ ശിവകുമാറിന്റെ കുടുംബം വിട്ട് മുംബൈയിലേക്ക് പോയി. കുടുംബം തന്നെ പിരിഞ്ഞെന്നും സബിത ജോസഫ് പറയുന്നു. 36 വയതിനിലെ എന്ന സിനിമയ്ക്ക് മുമ്പ് ജ്യോതിക കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി കഴിയുകയായിരുന്നു. ശിവകുമാർ സർ ദിവസവും പേരക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോവുകയും കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യും. വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം നിലനിന്നേനെയെന്നും സബിത ജോസഫ് പറയുന്നു. ഒരുമിച്ചുള്ള ആദ്യ സിനിമയുടെ സമയത്ത് തന്നെ ഇവർക്കിടയിൽ പ്രണയമുണ്ട്. പത്രമാസികകൾ ഇക്കാര്യം പുറത്തുവിട്ടപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. പത്രമാധ്യമ പ്രവർത്തകരെ വിളിച്ച് ശിവകുമാർ ചീത്ത പറഞ്ഞു. വാർത്ത പുറത്തു വന്നതുകൊണ്ടാണ് ശിവകുമാറിന് അവരെ പിരിക്കാൻ കഴിയാതിരുന്നത്. പിരിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ശിവകുമാർ എന്നും സബിത ജോസഫ് പറയുന്നു. ജ്യോതിക അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ശിവകുമാറും പൊതുവേദിയിൽ വെച്ച് നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു. ജ്യോതികയ്ക്ക് ആശംസകൾ അറിയിച്ചെങ്കിലും കുടുംബജീവിതമാണ് പ്രധാനമെന്നും ഇദ്ദേഹം അന്ന് പറഞ്ഞു. ജ്യോതികയും സൂര്യയും ഈ സമയം വേദിയിൽ ഉണ്ടായിരുന്നതും ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു അത്.